ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്ങള ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് നല്ലൊരു ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഫേസ് വാഷ് മുതൽ തുടങ്ങാം. സിറം കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ഇപ്പോൾ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത സംഭവം എന്ന് പറയുന്നത് ഒന്ന് ഫേസ് വാഷ് ചെയ്യുക, രണ്ടാമത് സൺസ്ക്രീൻ. ഇങ്ങനത്തെ രണ്ട് സംഭവങ്ങൾ നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. മോയ്സ്ചറൈസറൊക്കെ നമുക്ക് തണുപ്പ് കാലം കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരിയൊക്കെ മാറ്റി നിർത്താം, പക്ഷേ ഇത് തീരെ നമുക്ക് പറ്റാത്ത സമയമാണ്. പിന്നെ മാത്രമല്ല, മെയിനായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ഓഫർ നോക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കുക. ആമസോണിൽ നല്ല ഓഫേഴ്സ് ഇപ്പോൾ ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഓഫേഴ്സ് വരാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 70%, 80% നല്ല ബ്രാൻഡ്സിന് വന്നിട്ട് നല്ല ഓഫേഴ്സിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്ന സമയമാണ്. സോ അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് വേണ്ട സംഭവം കാർട്ടിലിട്ട് വയ്ക്കുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ആദ്യം തന്നെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് പ്ലമ്മിൻ്റെ ഫേസ് വാഷാണ്. ഞാൻ ഇത് മുൻപ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷാണ്, ഒരു ഫോം ടൈപ്പ് ഫേസ് വാഷാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. പ്ലമ്മിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണിത്. പാക്കേജിങ് സൂപ്പറാണ്, നമുക്ക് യൂസ് ചെയ്യുമ്പോഴും അടിപൊളിയാണ്. നമുക്ക് എല്ലാ പ്രൊഡക്റ്റും ഒരുപോലെ യൂസ് ആയിക്കൊള്ളണമെന്നില്ല. സപ്പോസ് ഇപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്ക് മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റും വന്നിട്ട് എനിക്ക് സ്യൂട്ടല്ല. എനിക്ക് ചിലപ്പോൾ ബേണിംഗ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ പൊള്ളലൊന്നുമില്ല, പക്ഷെ ഒരു പുകച്ചൽ പോലെ ഫീൽ ചെയ്യാറുണ്ട് ചിലതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. മെയിനായിട്ട് ഫേസ് വാഷും മോയ്സ്ചറൈസറും യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ഇഷ്യൂ അധികം ഉണ്ടാവാറുണ്ട് മാമാർത്തിൻ്റെത്. സോ നിങ്ങളുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട്, സ്കിന്നിൻ്റെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. പിന്നെ എപ്പോഴും എന്ത് യൂസ് ചെയ്യുന്നതിന് മുൻപേ ഒരു പാച്ച് ടെസ്റ്റ് അത് മസ്റ്റായിട്ട് ചെയ്യുക. നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് സംഭവം ഡയറക്റ്റായിട്ട് ഫുൾ ഫേസ് ഒരിക്കലും നമ്മൾ അപ്ലൈ ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്, അതുപോലെ ഫുൾ ഫേസിനെ അത് ബാധിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഏതൊരു ഹൈപ്പ് ബ്രാൻഡാണെങ്കിൽ കൂടി നിങ്ങൾ അങ്ങനെ മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു ഫേസ് വാഷ് അടിപൊളിയാണ് കേട്ടോ, നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരുപാട് ഫേസ് വാഷസ് അവൈലബിൾ ആണ്. ഓഫേഴ്സിൽ എടുക്കുകയാണെങ്കിൽ ഒറിജിനൽ പ്രൈസിനെക്കാട്ടി നല്ല ഒരു പ്രൈസ് ഡ്രോപ്പിൽ വന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേസ് വാഷാണ്. അതായത് നമുക്ക് മണമില്ല, കളറില്ല, അധികം പതയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഫേസ് വാഷാണ്. എന്നാൽ സ്കിന്ന് നമുക്ക് നല്ല സോഫ്റ്റാക്കി നല്ല സൂപ്പറാക്കിയിട്ട് കീപ്പ് ചെയ്യുന്നൊരു ഫേസ് വാഷാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിളും ആകുന്നത്. സിമ്പിളിൻ്റെ ഫേസ് വാഷാണ്, പേര് പോലെ തന്നെ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, നല്ല ബെനിഫിറ്റ് കിട്ടുന്നൊരു ഫേസ് വാഷാണ്. ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫേസ് വാഷാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റിൽ ഒന്നാണെന്ന് വേണം പറയാം. ഇതുപോലെ തന്നെ നമ്മുടെ സെറ്റാഫിലിൻ്റെ അതും നല്ല ഫേസ് വാഷാണ്. ഏകദേശം അതിൻ്റെ ഒരു റേഞ്ചിന് അടുപ്പിച്ചിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു ഫേസ് വാഷാണ് സിമ്പിളിൻ്റെ. അത് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആയവർക്കാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. ഭയങ്കര പ്രൈസി അല്ല, എന്നാൽ കുഴപ്പമില്ല. ആ ഒരു പ്രൈസിന് വന്നിട്ട് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാനെപ്പോഴും ഓഫർ വരുന്ന സമയത്ത് മാത്രമേ പർച്ചേസ് ചെയ്യാറുള്ളൂ. അപ്പോഴാകുമ്പോൾ നമുക്കങ്ങനെ ഭയങ്കര ഒരു ഇത് തോന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ മോയ്സ്ചറൈസറാണ്. പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ്. ഭയങ്കര ലൈറ്റാണ്, അടിപൊളിയാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്തൊരു, നമുക്ക് ആ പ്രൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്കിങ്ങനെ ക്രീം പോലുള്ള സംഭവങ്ങൾ എപ്പോഴും ഫേസിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. പക്ഷേ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണ്. അത് നമുക്ക് യൂസ് ചെയ്യാതിരിക്കാനും പറ്റില്ല. സോ അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതും അപ്ലൈ ചെയ്യാതിരിക്കുന്നതും. ഭയങ്കര ഡ്രൈ ആയിട്ട് എനിക്ക് ഇവിടെ വൈറ്റ് പാച്ചസ് ഒക്കെ വരുന്നത് പോലെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്ലൈ ചെയ്യും. ചിലപ്പോൾ എനിക്ക് മടിയാണ്, എപ്പോഴും സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിക്കാണ് ചെറിയൊരു വില ആവുന്നുള്ളൂ. അത്യാവശ്യം ഡീസൻ്റാണ്. ആ ഒരു വില എന്ന് വെച്ചാൽ വളരെ ചീപ്പായിട്ടുള്ളൊരു സംഭവമല്ല കേട്ടോ. ഇനി ഞാൻ ഒരുപാട് നാൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പിൽഗ്രിമിൻ്റെ ഗോൾഡൻ ഫേസ് മാസ്കിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ. ഒരു ഫേഷ്യൽ സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 24 ക്യാരറ്റ് ഗോൾഡ് ഫേഷ്യൽ കിറ്റാണ് ഈ സംഭവം. ഫേഷ്യൽ മാസ്കാണ് ഈ സംഭവം. അടിപൊളിയാണ്. നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാർലറിൽ പോയിട്ടൊക്കെ ചെയ്യാൻ നമുക്ക്
ഇല്ല എങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം. ചെറിയൊരു ഗ്ലോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ പാർലറിൽ അങ്ങനെ പോകുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ നമ്മളെ പോലത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഗ്ലോ ആവണമെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് പ്രൈസിയാണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ ഫേഷ്യൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ ദിവസവും ചെയ്യുന്നതോ അല്ലെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്ന സംഭവമല്ല, ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല. നമ്മളൊരു പാർലറിൻ്റെ സംഭവമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അപ്പം ഇനിയുള്ളത് എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. നമുക്ക് മസ്റ്റായിട്ട് വേണ്ടുന്നതാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഈ ഒരു സൺസ്ക്രീനാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ലൊരു സൺസ്ക്രീനാണ്. ഇപ്പം നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന സൺസ്ക്രീനാണ്. ഇപ്പോഴത്തെ നാട്ടിലേക്ക് ചൂട് വെച്ച് നോക്കുമ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. മുൻപൊക്കെ നമുക്ക് SPF 30 ഒക്കെ മതിയാവും. ഇപ്പോൾ SPF 50 ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ PA++, അങ്ങനെ ഇപ്പോൾ കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും കൂടിയിട്ടുള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ പിന്നെ കാര്യങ്ങൾ പറയണ്ടല്ലോ. അപ്പോൾ മസ്റ്റ് ഹാവ് ആണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുക, ബൈ ചെയ്യുക, ഇത്രയും വേണ്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.